മെയ് 1 പേട്രിയറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. ലിസ്റ്റിൻ സാറിനും വരാം. കൈകൊപ്പിയാണ് എന്നെ വിളിക്കുന്നത്. ചേട്ടനൊന്ന് ഓക്കെ, കുഴപ്പമില്ല. ഇനി ആരൊക്കെയാണ് വേണ്ടത്? സോറി, അതിന് മുമ്പ് രണ്ട് കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി മൈക്ക് വാങ്ങിക്കുകയാണ്. നിങ്ങൾ കണ്ട പോലെ ഏപ്രിൽ 15 വിഷു ദിനത്തിലാണ് നമ്മൾ ഒരു ദുരൂഹ സാഹചര്യം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ വിഷു ദിനത്തിൽ വിഷു കൈനീട്ടമായിട്ട് നിങ്ങളിലേക്ക് ഒരു ദുരൂഹ സാഹചര്യത്തിൽ തിയേറ്ററിലേക്ക് വരുമ്പോൾ അത് ഇരുകൈ നീട്ടി സ്വീകരിച്ച് തിരിച്ച് ഞങ്ങൾക്കും വിഷു കൈനീട്ടം നിങ്ങളെല്ലാവരും തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി താങ്ക് യു വെരി മച്ച്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരുപാട് ദുരൂഹതകൾ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്തും അതിനുശേഷവുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സിനിമയുടെ നല്ലതിന് വേണ്ടി എന്ന് വിശ്വസിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപാട് നമ്മളെപ്പോഴും പറയുന്നു ഭയങ്കര കഷ്ടപ്പെട്ടാണ് സിനിമകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞതിനപ്പുറം അതെല്ലാം നമ്മൾ പ്രേക്ഷകരെ അറിയിക്കേണ്ട കാര്യമില്ല. സിനിമ സംസാരിക്കുക എന്ന് നമ്മൾ പറയുന്നു. സിനിമ എത്രത്തോളം ഏത് രീതിയിലൊക്കെ നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആത്യന്തികമായിട്ട് ആ സിനിമയുടെ റിസൾട്ടിനെ ബാധിക്കുന്ന കാര്യം. നമുക്കറിയാം, വളരെ സംഘർഷപൂരിതമായ ഒരു അവസ്ഥകളിലൂടെയാണ് ഇപ്പോൾ ലോകം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ആർട്ട് ഫോം, കലാരൂപങ്ങൾ എത്രത്തോളം മനുഷ്യരെ തമ്മിലടുപ്പിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളെ എത്രത്തോളം ഉദ്ബോധിപ്പിക്കുന്നു, രസിപ്പിക്കുന്നു എന്നതിന്റെ തെളിവുകളായിട്ട് പ്രത്യേകിച്ച് മലയാളം സിനിമകൾ ഈ അടുത്ത സമയങ്ങളിൽ ഇരുകൈ നീട്ടി സ്വീകരിച്ച പ്രേക്ഷകരോടാണ് ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത്. ഏറ്റവും സംഘർഷപൂരിതമായ സമയങ്ങളിൽ പോലും ആട് പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ പ്രതിച്ഛായ പോലുള്ള സിനിമകൾ, ഇപ്പോൾ ഇന്ന് റിലീസായിട്ടുള്ള വാഴ 2 എന്ന സിനിമയെല്ലാം ഞാൻ അഭിനയിച്ചിട്ടില്ല, സുധീഷ് അഭിനയിച്ചുള്ള സിനിമയാണ്. അതെല്ലാം നല്ല പ്രേക്ഷക പ്രീതിയോടുകൂടി തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോൾ തീർച്ചയായിട്ടും എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് അത് ഏത് കലാരൂപങ്ങളായാലും അത് മനുഷ്യന് ആവശ്യമാണ് എന്ന് നമ്മൾ മലയാളികൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് ലോകത്തോട് കാണിക്കുന്ന ഈ അവസ്ഥയിൽ നിങ്ങളോട് എല്ലാവരോടും, പ്രേക്ഷകരോട് എല്ലാവരോടും നന്ദി പറഞ്ഞതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല സിനിമകളുമായിട്ട് മലയാള സിനിമ വീണ്ടും ഉണ്ടാവും എന്നുള്ളതിന്റെ തുടർച്ചയായിട്ട് അടുത്ത ആഴ്ചകളിലൊക്കെ സിനിമകൾ റിലീസ് ചെയ്യുന്നു. ഇപ്പം ഞാനിന്ന് ടോവിയായിട്ട് സംസാരിക്കട്ടെ. അപ്പോൾ ടോവിയുടെ ചോദിച്ചത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ അടുത്ത ആഴ്ച പള്ളിച്ചട്ടം റിലീസ് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിലാണെന്നോ. സൗദി അറേബ്യയിലാണ്? നിനക്ക് ഇത്രയും ധൈര്യമുണ്ടോ? നമ്മുടെ ഉണ്ട് ചേട്ടാ, ഞാൻ ധീരനല്ലേ, ധീരൻ. ഞാൻ ഇത് തന്നെ ഖത്തറിൽ പോകുന്നുണ്ട്. നമ്മുടെ ചേട്ടാ നിന്നെ സംഭവിച്ചിരിക്കുന്നു. ചേട്ടാ ഞാൻ ധീരനല്ലേ, ധീരൻ. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അപ്പം പള്ളിച്ചട്ടമ്മയും അങ്ങനെയുള്ള വലിയ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വലിയ പെരുന്നാളെന്ന് നമ്മൾ പറയുന്ന പോലെ മെയ് 1 പേട്രിയറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പ് ഒരു ചെറിയ പെരുന്നാളായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഈ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഈ സിനിമകളും നല്ല സിനിമകളാണെങ്കിൽ ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വിഷുദിനത്തിൽ നല്ലൊരു വിഷുക്കണിയുമായിട്ട്, വിഷു സിനിമയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ തീം. സോ താങ്ക് യു വെരി മച്ച്. ട്രെയിലർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് ഇറങ്ങിയ ഞാൻ ആൽക്കലി എന്നുള്ള ഗാനം നിങ്ങൾ എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിച്ചതിനുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അത് പ്രത്യേകം നന്ദി പറയേണ്ടത് ഡാൻസിങ് നിഞ്ച എന്ന കൊറിയോഗ്രാഫറിനോടും ആ മ്യൂസിക് ചെയ്ത ഡോൺ വിൻസെന്റ്, അതിന് വരികൾ എഴുതിയ നമ്മുടെ സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തുമായ രതീഷ് ബാലകൃഷ്ണൻ പതുവോൾ, പിന്നെ എന്നെ അതിലെ ഡാൻസ് പഠിപ്പിച്ച നമ്മുടെ സജിൻ ഗോപു എന്ന പുതിയ മൈക്കിൾ ജാക്സനോടും കൂടിയാണ്. സോ താങ്ക് യു വെരി മച്ച്. സോ വിഷുദിനത്തിൽ നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. സോ നല്ല സിനിമകൾ നീണാൾ വാഴട്ടെ. നല്ല സിനിമകൾക്കായിട്ട് ഇനിയും ഏറ്റവും നല്ല രീതിയിലുള്ള എഫേർട്ടുകൾ ഉണ്ടാകട്ടെ. ഒരു നല്ല ടീമാണ്, നല്ല ക്രൂ ആണ് ഇതിന്റെ കൂടെ ഉള്ളത്. അപ്പൊ അവരോട് എല്ലാവരോടും ഈ അവസരത്തിൽ ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം ഇതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് കണ്ടതിന്റെ ഒരു സന്തോഷം എന്തായാലും ഒരു നല്ല സിനിമയായിട്ട് വരാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ താങ്ക് യു വെരി മച്ച്. കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമ സംസാരിക്കട്ടെ, സിനിമ വിജയിക്കട്ടെ, സ്നേഹം വിജയിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.